ആൻഡ് ദിസ് ഈസ് നന്ദന. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എപ്പോഴേലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ഒരാളെ ലൈഫിൽ എത്രത്തോളം കീപ്പ് ചെയ്യാൻ ശ്രമിക്കണോ അത്രത്തോളം നമ്മൾ എക്സോസ്റ്റഡ് ആയി പോവും, അല്ലെങ്കിൽ ടയേർഡ് ആയി പോവും. ജസ്റ്റ് ആ ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മളെ എനർജി നമ്മൾ കംപ്ലീറ്റ്ലി അവർക്ക് തന്നെ കൊടുത്തിട്ട് അതിനെ ഫുള്ള് ഡ്രെയിൻ ചെയ്ത് ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് നമ്മൾ ഇരിക്കണ പോലത്തെ ഒരു തോന്നൽ നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ? അതിപ്പോ ആരും ആയിക്കോട്ടെ, നമ്മളെ റിലേഷനിലുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ നമ്മളെ ഫാമിലിയിൽ ആരെങ്കിലും ആയിരിക്കാം, ഫ്രണ്ട്സ് ആയിരിക്കാം, കസിൻസ് ആയിരിക്കാം, സിസ്റ്റർ ഓർ ബ്രദർ, ആരും ആയിക്കോട്ടെ, ആരെങ്കിലും ആയിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നൽ വന്നിട്ടുണ്ടോ? ആൻഡ് നിങ്ങൾ അതിങ്ങനെ വണ്ടർ ചെയ്തോണ്ടിരിക്കും, ഇനിയിപ്പോ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ, എന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പറ്റുമോ, അങ്ങനെ അതിങ്ങനെ ആലോചിച്ചു കൂട്ടി പ്രത്യേക തരം ഒരു സ്റ്റേറ്റിലെത്തും. ആൻഡ് ആ ഫീലിംഗ് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ തോന്നുന്നവരുടെ അടുത്ത്, അല്ലെങ്കിൽ ഒരാളുടെ ചിരി നമ്മളെ എഫക്ട് ചെയ്യണവരുടെ അടുത്ത് എനിക്ക് അതൊക്കെ വിട്ടേക്ക്, ജസ്റ്റ് മൈൻഡ് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് ഒഴിയാൻ എനിക്ക് പറ്റില്ല. കാരണം ആ ഫീലിംഗ് എനിക്ക് അറിയണോണ്ട് തന്നെ എനിക്ക് അതിനെപ്പറ്റി ഇന്ന് സംസാരിക്കണം. ഐ വോണ്ട് ടു ടോക്ക് അബൌട്ട് നമ്മൾ എന്തിനാണ് ഈ ആൾക്കാരെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇൻസ്റ്റഡ് നമുക്ക് നമ്മളെ തന്നെ ചൂസ് ചെയ്തൂടെ? ദർ വാസ് എ ടൈം എൻ്റെ വോൾ മൂഡ് ഒരു അനദർ പേഴ്സണിൽ ഡിപ്പെൻഡ് ആയിരുന്ന സമയം. ലൈക്ക് ഞാനിപ്പോൾ സ്കൂളിലേക്ക് പോവാണ്, എൻ്റെ പോകണ വഴിയിൽ ഞാനിപ്പോൾ ഒരാളെ കണ്ട ഞാൻ അയാളോട് ചിരിക്കും. ഞാൻ ഓട്ടോമാറ്റിക്കലി എല്ലാവരോടും ചിരിക്കണ ഒരാളാണ്. അപ്പൊ ചിരിച്ചു കഴിഞ്ഞാൽ അയാൾ എന്നോട് ഇപ്പൊ തിരിച്ചു ചിരിച്ചില്ല വെച്ചെങ്കിൽ ഞാനിങ്ങനെ ആലോചിക്കാൻ തുടങ്ങും, എന്താ ഇയാൾ തിരിച്ചു ചിരിക്കാഞ്ഞേ? അത് ഓൾറെഡി അപ്പൊ എന്റെ തലയിൽ കയറി. അതന്നെ എനിക്ക് മതി അന്നത്തെ ദിവസം മൊത്തം ആലോചിക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോ സ്കൂളിലെത്തി എന്റെ ഫ്രണ്ട്സ് എല്ലാവരും എന്നോട് എന്നും കാണിക്കുന്ന അതേ ഒരു എനർജിയിൽ എന്നോട് സംസാരിച്ചില്ല അല്ലെങ്കിൽ ചിരിച്ചില്ല വെച്ചെങ്കിൽ എന്റെ മൂഡ് ഫുൾ ഔട്ടായി പോകും. ലൈക്ക് ഞാൻ എന്താ ഇങ്ങനെ, എന്നെ ആർക്കും വേണ്ടേ, എന്നെ ആർക്കും ഇഷ്ടല്ലേ, ആ ഒരു തരത്തിലേക്ക് ഞാൻ ചിന്തിക്കാൻ തുടങ്ങും. ഇങ്ങനെ എന്തേലും ഒരു ഇൻസിഡന്റ് ഉണ്ടായ, ഒരാള് എന്നോട് ചിരിച്ചില്ല അല്ലെങ്കിൽ ഒരാളിനോട് മിണ്ടിയില്ല എന്നുള്ളതിന്റെ പേരിൽ മൊത്തം ദിവസത്തിനെ ഞാൻ ഡിഫൈൻ ചെയ്യും. ആൻഡ് ഞാൻ ആ മൊത്തം ദിവസത്തെ ഞാൻ കൺക്ലൂഡ് ചെയ്ത് കൊണ്ടുവരാം എന്നെ അവർക്ക് ആർക്കും ഇഷ്ടമല്ല. ആ ഒരു തോട്ടിൽ ഞാൻ അതിനെ എത്തിക്കും. ആൻഡ് ഈ ഒരു പാറ്റേൺ ഇങ്ങനെ കണ്ടിന്യൂ ആയിക്കൊണ്ടിരുന്നു അണ്ടിൽ ഞാനിത് ശ്രദ്ധിക്കുന്നത് വരെ, അല്ലെങ്കിൽ ഇതിന്റെ ഒരു നോർമൽ ലൈഫിനെ, നോർമൽ ഡേ എന്നത് ബാധിക്കാൻ തുടങ്ങി. മറ്റൊരാളുടെ എനർജിയും കൂടി ഞാനാണ് എടുക്കുന്നത്, അവർക്ക് വേണ്ടിയിട്ടുള്ള എനർജി, അല്ലെങ്കിൽ അവർ കാണിച്ചതിനുള്ള ഒരു എനർജി. അങ്ങനെ എന്റെ എനർജി വേസ്റ്റ് ആയി എനിക്ക് തന്നെ എന്റെ ഡെയിലി ലൈഫിൽ ഇത് ശരിയാവില്ല എന്നുള്ളൊരു തോന്നൽ വന്നു തുടങ്ങി. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇതിനെ ശ്രദ്ധിക്കും, ഇതിപ്പോ എന്താ ഇങ്ങനെ എന്നുള്ളത്. അങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഞാൻ ഒരിക്കലും ഒരാളേനല്ല ചേസ് ചെയ്തുകൊണ്ടിരുന്നതെന്ന്. അവർ തരുന്ന ആ ഒരു അറ്റൻഷൻ, അല്ലെങ്കിൽ ഞാൻ ചേസ് ചെയ്തുകൊണ്ടിരുന്നത് മൊത്തം ഒരു റീഅഷുറൻസിന് വേണ്ടിയിട്ടാണ്. എനിക്ക് വേറൊരാളെന്നെ കംപ്ലീറ്റ് ആക്കണമായിരുന്നു. അവരെന്നോട് ഞാൻ ഇനഫാണെന്ന് പറഞ്ഞാലേ മാത്രമേ ഞാൻ ഇനഫാണെന്ന് എനിക്ക് തോന്നുള്ളൂ. ആ ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിപ്പോണേ. എന്നെ വാല്യൂ ചെയ്യാൻ, അല്ലെങ്കിൽ എന്റെ വാല്യൂ ഞാൻ വേറൊരാളെ ഏൽപ്പിച്ചിരിക്കുക. എനിക്ക് വേറൊരാള് വേണം ഞാൻ ഇനഫാണ് തോന്നുന്നത്, അല്ലെങ്കിൽ വേറൊരാളുടെ അറ്റൻഷൻ വേണം എനിക്ക് ഫുള്ളി ഹാപ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരാൾ എന്നെ മൈൻഡ് ചെയ്തില്ല എന്നുള്ള പേരിൽ എന്റെ ഫുൾ ഡേ ഞാൻ ആകെ ഡിപ്രസ്ഡ് ആയിട്ട് ആകെ സങ്കടപ്പെട്ടിരിക്കും. അങ്ങനെയാണ് എനിക്ക് റിയലൈസ് ചെയ്തത്, ഞാൻ ഒരിക്കലും ഒരാളെയല്ല ചൂസ് ചെയ്തുകൊണ്ടിരിക്കണേ അല്ലെങ്കിൽ ചേസ് ചെയ്തുകൊണ്ടിരിക്കണേ, അവർ തരുന്ന ആ ഒരു റീഅഷുറൻസിനെയാണ്. ഞാൻ അന്ന് തൊട്ടാണ് ഞാൻ ഇനഫാണെന്ന് എന്നെ തന്നെ പറഞ്ഞ് പഠിപ്പിക്കാൻ തുടങ്ങിയത്. മേ ബി ഒരു ബെറ്റർ തെറാപ്പി അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ബെറ്റർ ഓപ്ഷൻ എനിക്ക് എടുക്കായിരുന്നു. പക്ഷെ എല്ലാരെയും പോലെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. ഒരു തെറാപ്പി അഫോർഡ് ചെയ്യാൻ മാത്രം ഒരു ഇത് നമുക്കില്ല. അങ്ങനെയൊക്കെ പറഞ്ഞാൽ തന്നെ നമുക്ക് എന്തോ വലിയ പ്രശ്നം ഉണ്ടെന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് ചുറ്റുമുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കപ്പോൾ ചെയ്യാൻ പറ്റുക നമുക്ക് കിട്ടുന്ന സോഴ്സുകൾ വെച്ചിട്ട് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താമെന്ന് നോക്കുന്നതാണ്. അങ്ങനെ ഞാൻ കുറെ അന്വേഷിച്ച് പഠിച്ച് വന്നാൽ എനിക്ക് മനസ്സിലായി ഈ അഫർമേഷൻസിനെ കുറിച്ചിട്ടൊക്കെ. സോ ഐ സ്റ്റാർട്ടഡ് ലൈക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവ് സംഭവം ഉണ്ടായ, എന്നെ എഫക്ട് ചെയ്യണ എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ ഞാൻ പഠിപ്പിക്കും. ലൈക്ക് അതെന്റെ പ്രശ്നമല്ല, ഞാൻ ഇനഫാണ്. അതൊരിക്കലും ഒരു സെൽഫിഷ് രീതിയിലല്ല. ചില കാര്യങ്ങൾ നമുക്ക് തന്നെ അറിയാം നമ്മളുടെ ഭാഗത്തല്ല, പക്ഷെ നമ്മളത് ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. ആ ഒരു പോയിന്റിൽ ഞാൻ ഇനഫാണെന്ന് ഞാൻ എന്നെ പറഞ്ഞ് പഠിപ്പിക്കും. യു ചേസ് പീപ്പിൾ ഓൺലി വെൻ നമ്മൾ ടയേർഡ് അല്ലെങ്കിൽ എക്സോസ്റ്റഡ് ആയിട്ട് ഇരിക്കണ ഒരു പോയിന്റില്, അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ വാല്യൂ അറിയാം, നമ്മൾ ഫുള്ളി നമ്മളുടെ എനർജിയിലാണ് നിൽക്കണെച്ചെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരാളെന്നെ ചേസ് ചെയ്യില്ല. ഇപ്പോൾ ഞാൻ ഇനഫാണ് എന്ന് എന്നെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ട് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു മാറ്റം വന്നു എന്നല്ല പറയണത്. പക്ഷെ ഞാൻ കുറെ കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കാൻ തുടങ്ങി. ഞാൻ മറ്റൊരാള് എന്നോട് ഇപ്പൊ ചിരിച്ചില്ല എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അവരെന്നോട് മിണ്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിനെ ഫുള്ളി ഞാൻ എൻ്റെ അടുത്ത് എടുക്കാതെ ഐ ജസ്റ്റ് ഓക്കെ ഫൈൻ, അവർ ചിരിച്ചില്ല വേണ്ട, ആ ഒരു മൈൻഡിലേക്ക് എത്താൻ തുടങ്ങി. സോ കമ്മിങ് ടു ദ പോയിന്റ്, ഞാൻ ഇനഫാണ് എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത്ര ഈസി ഉള്ള ഒരു പരിപാടിയൊന്നുമല്ല. കാരണം ഇത് എനിക്ക് ഒരുപാട് സമയം എടുത്തു.
ഫസ്റ്റ് ഒക്കെ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്രയൊക്കെ നമുക്കിത് ഞാൻ ഇനഫാണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കാൻ നോക്കിയാലും നമ്മളെ മൈൻഡ് ഓൾറെഡി ഒരു ഇതിലാണ്. അത് നമ്മളെ അങ്ങനെ ചിന്തിപ്പിക്കാൻ തുടങ്ങും. അല്ല, നമുക്ക് എന്തൊക്കെയോ കുറെ പ്രശ്നങ്ങളുണ്ട്. ആൻഡ് ഏറ്റവും ബാഡസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ കൊണ്ട് തന്നെ അതിങ്ങനെ റീകോൾ ചെയ്ത് നമ്മൾ എന്തോ ഒരു നെഗറ്റീവ്, ആർക്കും ഇഷ്ടമില്ലാത്ത അങ്ങനത്തെ നമ്മളെ ആരും ചൂസ് ചെയ്യാത്ത ഒരു പേഴ്സൺ ആണ് നമ്മളെ ബ്രെയിൻ തന്നെ നമ്മളെ തോന്നിപ്പിക്കും. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ചെയ്യാൻ തുടങ്ങിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈസി ആയിരുന്നില്ല, ഒരിക്കലും ഈസി ആയിരുന്നില്ല. കാരണം എല്ലാം നമുക്ക് പോകെ പോകെയാണ് ഈസി ആയിട്ട് വരുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഞാൻ കംപ്ലീറ്റ്ലി മറ്റുള്ള ആൾക്കാരിൽ നിന്ന് അവരുടെ ഒരു വാലിഡേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണത് ഞാൻ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഞാൻ വേറൊരു ചെയ്ത കാര്യം എന്ന് വെച്ചാൽ, സ്റ്റോപ്പ് ട്രൈങ് ടു കൺവിൻസ് പീപ്പിൾ ടു സ്റ്റേ. അവർക്ക് വേണമെങ്കിൽ അവർ നിൽക്കും. അല്ലാതെ നമ്മൾ നിർത്തണം, നമ്മൾ ഓ നിക്ക്, എനിക്ക് നിന്നെ ആവശ്യമുണ്ട്, എനിക്ക് നിങ്ങളെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല. അവർക്ക് നമ്മളെ വേണമെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കലി നമ്മളെ ചൂസ് ചെയ്യും. നമ്മൾ ചെറിയ ഒരു വയസ്സുള്ള കുട്ടീനോ 2 വയസ്സുള്ള കുട്ടീനെ ആയിട്ടായിരിക്കില്ല നമ്മൾ ഈ പറയുന്ന പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. നമ്മളുടെ അതേ അല്ലെങ്കിൽ നമ്മളെക്കാൾ പ്രായമുള്ള ഒരു അഡൾട്ടിനായിട്ടായിരിക്കും ഓഫ് കോഴ്സ്. ആൻഡ് അവർക്ക് നല്ല ബുദ്ധിയും വിവരമുണ്ട് നമ്മള് അവരുടെ ലൈഫിൽ എത്ര ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത്. അല്ലാതെ നമ്മൾ ഒരിക്കലും അവരേനെ പറഞ്ഞു പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അടോ നിങ്ങൾക്ക് ഞാൻ ഇന്ന ആവശ്യമുണ്ട്, ഞാൻ നിങ്ങളുടെ ലൈഫിലുണ്ട് വെച്ചെങ്കിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും, എനിക്ക് നിങ്ങളെ അങ്ങനെ ഇതാക്കാൻ പറ്റും, ഇങ്ങനെ ആക്കാൻ പറ്റും, അങ്ങനെ 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 കുറേ കാര്യങ്ങളൊന്നും നമ്മൾ അവരേനെ പറഞ്ഞ് പഠിപ്പിച്ച് അവർക്കൊരു ബോധോദയം ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നും നമുക്കില്ല. ഒരാളേനെ ലൈഫിൽ ആവശ്യമുണ്ട് വെച്ചെങ്കിൽ നമുക്കറിയാം. അവർ നമ്മളെ ലൈഫിൽ അവർ എത്രത്തോളം നമുക്ക് ഇമ്പാക്റ്റ് ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. ബുദ്ധിയും വിവരമുള്ള ഒരു ഹ്യൂമൻ ബീങ് ആണെങ്കിൽ അവർക്കത് മനസ്സിലാവും. സോ നമ്മളൊരാളെന്നെ നമ്മളെ ലൈഫിൽ നിർത്താൻ ശ്രമിക്കുന്തോറും അവർക്ക് ആവശ്യമില്ലാതെ നമുക്ക് വേണ്ടിയിട്ട് നമ്മളത് കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് വെച്ചെങ്കിൽ അതൊരിക്കലും അവർക്ക് നമ്മളെ വിലേനെ മനസ്സിലാക്കി കൊടുക്കല്ല. ഇൻസ്റ്റഡ് അവർക്ക് നമ്മളോട് മടുപ്പാവുക ചെയ്യുക. കാരണം അവർക്ക് എന്നോട് തോന്നി തുടങ്ങും, ഇതെന്താ ഇങ്ങനെ, അല്ലെങ്കിൽ ഓ ഇവള് പൂവില്ല, അല്ലെങ്കിൽ ഇവരങ്ങനെ തന്നെ നമ്മളാ കൂടെ നിൽക്കും. അങ്ങനെ പഠിപ്പിച്ചു കൊടുത്തോണ്ടിരിക്കാം നമുക്ക് അവരേനെ ആവശ്യമുണ്ടെന്ന്. നമ്മൾ ചെയ്യണത് നമ്മൾ അവരേനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, നിങ്ങൾക്ക് ഞാൻ ലൈഫിൽ എത്രത്തോളം വേണമെന്ന്. പക്ഷെ ഇൻസ്റ്റഡ് അവർക്കത് മനസ്സിലാവുക നമ്മളെന്തോ അവരേനെ നമ്മളെ ലൈഫിൽ നിർത്താൻ വേണ്ടിയിട്ട് ഡെസ്പറേറ്റ് ആണ് എന്നുള്ളതാണ്. സോ അവർക്ക് മനസ്സിലാവും, ഓ നമ്മളെന്തൊക്കെ ചെയ്താലും പോവില്ല. സോ ഒരിക്കലും നമ്മളെ വില കളഞ്ഞിട്ട് മറ്റൊരാളേനെ നമ്മൾ കൺവിൻസ് ചെയ്യാൻ നിൽക്കരുത്. ഞാൻ എന്തിനാണ് നിങ്ങളെ ലൈഫിൽ സ്റ്റേ ചെയ്യണത്, അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ലൈഫിൽ സ്റ്റേ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഒരാളെ കൺവിൻസ് ചെയ്യാൻ പാടില്ല. അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് അവർക്ക് മനസ്സിലാവും നമ്മളെന്നെ വേണോ വേണ്ടേ എന്നുള്ളത്. ആൻഡ് എല്ലാത്തിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ലെറ്റ് ആക്ഷൻ സ്പീക്ക് മോർ ദാൻ വേർഡ്സ്. ആശ തരാൻ ആർക്കും പറ്റും, പക്ഷെ അതൊക്കെ പ്രവർത്തിച്ച് കാണിക്കാനാണ് ഏറ്റവും വലിയ പണി. ആൻഡ് അതങ്ങനെ പ്രവർത്തിച്ച് കാണിക്കണവരെ മാത്രമേ നമുക്ക് വിശ്വസിക്കാൻ പറ്റൂ. അല്ലാതെ കുറെ അധികം നമുക്ക് അത് ചെയ്തു തരാം ഇത് ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്നും പ്രവൃത്തിയിലില്ല ചെങ്കിൽ ജസ്റ്റ് വാക്കിൽ മാത്രമാണ് ചെങ്കിൽ ഓഫ് കോഴ്സ് നമ്മൾ വീണ്ടും എക്സോസ്റ്റഡ് ആയിക്കൊണ്ടിരിക്കും. ഒരാൾ നമ്മളുടെ അടുത്ത് ഒരു കാര്യം പറയുമ്പോൾ ആസ് എ ഹ്യൂമൻ ബീങ് നമ്മൾ അത് എക്സ്പെക്ട് ചെയ്യാൻ തുടങ്ങും. അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറെ കഴിയുമ്പോൾ നമ്മൾ തന്നെ നമുക്ക് എക്സോസ്റ്റഡ് ആയി തോന്നും. അതുകൊണ്ട് തന്നെ ആരിനായിട്ടുള്ള ഒരു ബന്ധം റിലേഷൻഷിപ്പ് ആണെച്ചെങ്കിൽ കൂടി അവരുടെ ആക്ഷൻസ് ആണ് കൂടുതൽ സ്പീക്ക് ചെയ്യേണ്ടത്. അവരെന്തു പറയണതോ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ബട്ട് അവരുടെ ആക്ഷൻസ് അത് നമ്മൾക്ക് ഫേവറബിൾ ആയിട്ടല്ല ചെങ്കിൽ കാര്യമില്ല. പിന്നെ എന്തിനൊക്കെ പുറമേ ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ്. അതിപ്പോ നമ്മളിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് കുറെ എന്തൊക്കെ കിട്ടിയിട്ടല്ല, പക്ഷെ ഓഫ് കോഴ്സ് നമുക്ക് തന്നെ നമ്മളൊരു വില മനസ്സിലാവും. നമുക്ക് നമ്മളെ ഇഷ്ടപ്പെടാൻ തുടങ്ങും. നമ്മൾ മറ്റുള്ളവരുടെയൊക്കെ വാലിഡേഷൻസ് എടുക്കുന്നത് നമ്മൾ ഓട്ടോമാറ്റിക്കലി നിർത്തും. അവർ ചെയ്യുന്ന കാര്യങ്ങളെ അഫക്റ്റ് ചെയ്യണത് പതിയെ പതിയെ അത് നിൽക്കും. ഓട്ടോമാറ്റിക്കലി എല്ലാം ചേഞ്ച് ആവും. നമ്മളായിരിക്കും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ മറ്റാരുടെയും കാര്യം നോക്കാതെ നമ്മളുടെ കാര്യം മാത്രം നോക്കി നിൽക്കണം എന്നല്ല ഞാൻ പറയണത് അതിന്റെ ഒന്നും അർത്ഥം. പക്ഷെ നമുക്ക് നമ്മളോട് തന്നെ ഒരു സ്നേഹം തോന്നി തുടങ്ങിയിട്ടുണ്ട് വെച്ചെങ്കിൽ നമ്മളെ ചുറ്റിനുള്ളതിനൊക്കെ നമുക്ക് കൂടുതൽ ഭംഗി തോന്നും. നമ്മള് മറ്റൊരാളുടെ പിന്നാലെ പോവാതെ നമുക്ക് വില തരാത്തോടത്തുനിന്ന് നമുക്ക് നിൽക്കണ്ടാതെ നമുക്ക് നമ്മളെ തന്നെ ചൂസ് ചെയ്യാം. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യമല്ലേ അത്. ആൻഡ് ഇതൊക്കെ പറഞ്ഞെത്തുമ്പോഴും ലാസ്റ്റ് എത്തുന്ന ഒരു പോയിന്റ് മേ ബി ഇറ്റ്സ് ഓൾ അബൌട്ട് നമ്മളെ തന്നെ നമ്മൾ തിരിച്ചറിയുന്നത്. ഇപ്പോ ഒരാളെ ചേസ് ചെയ്യണത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ അന്വേഷിക്കണോണ്ടാവും ഈ വീഡിയോയ്ക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടാവുക. അത് തന്നെ ഒരു സൈനാണ്. അത് നിങ്ങൾ ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, നിങ്ങൾക്ക് മാറാൻ ഉദ്ദേശമുണ്ട് എന്നുള്ളതിന്റെ. സോ ഏറ്റവും കൂടുതൽ എനിക്ക് പറയാനുള്ളത്, ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ്. അത് ഒരിക്കലും നിങ്ങൾക്ക് ബാഡായിട്ട് തോന്നില്ല, ബാഡായിട്ട് അഫക്റ്റ് ചെയ്യൂല. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടേ അത് മാറും. ചുറ്റുമുള്ളവരനൊക്കെ സ്നേഹിക്കുന്നതിന്റെ മുമ്പ് നമ്മൾ ഏറ്റവും കൂടുതൽ ആദ്യം സ്നേഹിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അറ്റ്ലീസ്റ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമുക്ക് നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ.
ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്കൊരു പ്രശ്നം വരുമ്പോ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമുക്ക് മാത്രമേ നമ്മളതിനെ പറ്റി മനസ്സിലാവുള്ളൂ. സോ നമ്മൾ നമ്മളതിനെ സ്നേഹിച്ചില്ലാച്ചെങ്കിൽ ആ പ്രശ്നം വരുമ്പോ നമുക്ക് അതിനൊന്നും ഡീൽ ചെയ്യാനുള്ള ഒരു കറേജ് കിട്ടില്ല. എനിക്ക് മനസ്സിലാവും ഈ തരം തോട്ട്സ് വരുന്ന ആൾക്കാരാണ്. ബിക്കോസ് ഞാൻ ആ ഒരു തോട്ടിൽ കൂടെ പോണ ഒരാളാണ്. ഞാൻ ഓവർ തിങ്ക് ചെയ്ത് എന്നേക്കാൾ കൂടുതൽ ഞാൻ എന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. സോ എനിക്കത് മനസ്സിലാവും. ഞാൻ അവരുടെ എനർജിയും കൂടി എത്രത്തോളം ഞാൻ ഇന്ത്യയിലേക്ക് എടുക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്ന കാര്യം. ആൻഡ് ഈ പറയുന്ന ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊന്നും ഒരിക്കലും ഈസി അല്ല. ഐ തിങ്ക് അറ്റ്ലീസ്റ്റ് ഒരു 3 to 4 years എടുത്തിട്ടുണ്ടാവും ഞാൻ ഇപ്പോ ഇന്റെ ഒരു സമാധാനത്തിന്റെ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട് വെച്ചെങ്കിൽ. ഇപ്പോഴും ഞാൻ ഫുള്ളി എത്തിയിട്ടൊന്നുമില്ല. ഇപ്പോഴും ഞാൻ എന്റെ ലൈഫിൽ ഓരോ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഇപ്പൊ എനിക്ക് കുറച്ച് കോൺഫിഡൻസിൽ പറയാം എല്ലാരേക്കാൾ പുറമെ ഞാൻ എന്നെ ചൂസ് ചെയ്യുന്നുള്ളത്. ആൻഡ് മറ്റൊരാളെന്നെ ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരിക്കലും പോവില്ല എന്നുള്ളത്. എനിക്ക് എന്ത് കിട്ടണോ അത് ഞാൻ തിരിച്ചു കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് എപ്പോഴും. ആ ഒരു പോയിന്റിലേക്ക് ലൈഫിലേക്ക് ഞാൻ എത്തിയത് കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ റിസർച്ച് ചെയ്ത് പഠിച്ച് എനിക്ക് എന്നെ തന്നെ വേണം, എനിക്ക് വേറെ ആരും എന്നെ വിഷമിപ്പിക്കണ്ട എന്നുള്ളൊരു പോയിന്റ് ഒക്കെ എത്തിത്തുടങ്ങിയപ്പോഴാണ്. പക്ഷെ എത്ര സമയം എടുത്താലും ആ ഒരു ആൾക്കാരെ ചേസ് ചെയ്യണത് നിർത്താൻ വേണ്ടിയിട്ടുള്ള നിങ്ങളെ ട്രൈങ് ഒരിക്കലും നിർത്തരുത്. കാരണം ഐ നോ ഒരാൾ നമ്മളെ ചൂസ് ചെയ്യണത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് എനിക്ക് മനസ്സിലാവും. ലൈഫിൽ ഇതുവരെ ഒരാളും ചൂസ് ചെയ്യാത്ത ഒരാൾ എന്നുള്ള നിലയിൽ ഐ നോ എന്താണ് ആ ഫീലിംഗ് എന്നുള്ളത്. നമ്മൾ ഡെസ്പറേറ്റ് ആയിരിക്കും മറ്റൊരാൾ നമ്മളെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഒരാൾ നമ്മളെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരാളെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നമ്മളെ വാല്യൂനെ തന്നെ കളഞ്ഞുകൊണ്ടിരിക്കണേ, നമ്മളെ വിലേനെയാണ് നമ്മൾ കളഞ്ഞുകൊണ്ടിരിക്കണേ. സോ ഇങ്ങനെ ചിന്തിക്കുന്ന എല്ലാവരുടെയും മനസ്സിലും ഒരാഗ്രഹം ഉണ്ടാവും, നമുക്ക് അങ്ങനെ കോൺഫിഡൻ്റ് ആയിട്ട് ആരെയും ചേസ് ചെയ്യാതെ നമ്മൾ സ്വന്തം കാര്യം നോക്കി നമ്മളെ ഇഷ്ടത്തിന് നമുക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കണം, അങ്ങനെ ഒരു വുമൺ ആയിരിക്കണം എന്ന് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. അതിനൊക്കെ പ്രൊമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഒരാൾ നമ്മളെ ഫുൾഫിൽ ചെയ്യണം എന്നുള്ളതായിരിക്കും. അതിലേക്കൊക്കെ മേലെ നിൽക്കേണ്ടത് നമുക്ക് നമ്മളോടുള്ള ഇഷ്ടം തന്നെയാണ്. കാരണം നമ്മൾ ഫുള്ളായിട്ട് ഇരിക്കുമ്പോൾ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. നമ്മൾ കംപ്ലീറ്റ് ആയിരിക്കുമ്പോൾ മാത്രമേ നമ്മൾ അതേ എനർജിയിലുള്ള അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ നമ്മളുടെ അടുത്തേക്ക് എത്തുള്ളൂ. അതിപ്പോ ഏതൊരു റിലേഷൻ ആയാലും. ആൻഡ് ഐ തിങ്ക് നമുക്ക് നമ്മളെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോ അല്ലെങ്കിൽ നമ്മൾ ആൾക്കാരെ ചേസ് ചെയ്യണത് നിർത്തുമ്പോ അവിടെയാണ് നമുക്ക് ശരിക്കുള്ള റിയൽ സമാധാനം സ്റ്റാർട്ട് ചെയ്യണത്. സോ അങ്ങനെ എല്ലാവർക്കും സമാധാനം കിട്ടട്ടെ. മറ്റുള്ള ആൾക്കാരെ ചേസ് ചെയ്യണതിന് പകരം സ്വയം ചേസ് ചെയ്യൂ, നമ്മളോട് തന്നെ നമ്മൾ സ്നേഹിക്കൂ. അങ്ങനെയൊക്കെ ആയിട്ട് നല്ല നല്ല മാറ്റങ്ങൾ വരട്ടെ. സോ until our next conversation, take care of your mind. അടുത്ത വേറെ എന്താ ടോപ്പിക് വേണ്ടതെന്ന് കമന്റ് ചെയ്യേ. അപ്പൊ ഓക്കെ, ബൈ.